ഉപയോഗിക്കാവുന്ന ഒരു ബ്യൂട്ടി ഓയിലിനെ കുറിച്ചാണ്. ഇത് ബ്യൂട്ടി ഓയിൽ ആയതുകൊണ്ട് തലയിൽ തേക്കാൻ ഇത് ഉപയോഗിക്കരുത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശരീരത്തിൽ തേക്കാൻ ഇത് ഉപയോഗിക്കാം. മഞ്ഞളും മഞ്ചിഷ്ടയും രക്തചന്ദനവും എല്ലാം നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി വർഷങ്ങളായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. ഇത് ചേർത്തുണ്ടാക്കുന്ന ക്രീമുകളും ഓയിലും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരുപാട് വില നൽകേണ്ടി വരും. കുറഞ്ഞ ചിലവിൽ നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. സാധാരണ നമ്മൾ ഇത്തരം ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈമൊക്കെ എടുത്താണ് ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ ഈ ഓയിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇനി നമുക്കിത് റെഡിയാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതിൽ കൊടുക്കുന്ന ചാർട്ടിൽ 1 കിലോ ഓയിൽ ഉപയോഗിച്ചും 1/2 കിലോ ഓയിൽ ഉപയോഗിച്ചും നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളും ചേർക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസുകളും എടുക്കുക. ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണയോ ബദാം ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. 1 കിലോ ഓയിലിലേക്ക് 1/4 കിലോ മഞ്ഞളാണ് നമുക്ക് എടുക്കേണ്ടത്. മഞ്ഞൾ എടുക്കുമ്പോൾ പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ നമുക്ക് ഉപയോഗിക്കാം. 1/4 കിലോ മഞ്ഞൾ എടുത്തതിൻ്റെ പകുതി വീതമാണ് നമുക്ക് രക്തചന്ദനവും മഞ്ചിഷ്ടയും എടുക്കേണ്ടത്. 125 ഗ്രാം മഞ്ചിഷ്ടയും 125 ഗ്രാം രക്തചന്ദനവും എടുക്കണം. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളിയും എടുക്കണം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. മഞ്ഞളിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തു. ഇപ്പം മഞ്ഞൾ ചതച്ചെടുത്തു. ഇത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. പീസുകളില്ലാത്ത വിധം ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മഞ്ചിഷ്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ആയുർവേദ കടകളിൽ മഞ്ചിഷ്ട, മഞ്ചട്ടിക്കോല് എന്നൊക്കെയാണ് പറയാറ്. ഇത് ചില ടൈമിൽ കട്ടിയേറിയ തണ്ടുകളായിട്ടും നമുക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ വാങ്ങിച്ച മഞ്ചിഷ്ട കുറച്ച് കട്ടി കൂടിയ ടൈപ്പാണെങ്കിൽ മഞ്ഞൾ ചതച്ചെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ചെറുതായി മുറിച്ചതിന് ശേഷം ചതച്ചെടുക്കണം. എനിക്ക് കിട്ടിയ മഞ്ചിഷ്ട കനം കുറഞ്ഞതായതുകൊണ്ടാണ് മഞ്ഞൾ ചതച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് ചതക്കുന്നത്. അല്ലെങ്കിൽ മഞ്ചിഷ്ട ആദ്യം ചതച്ചെടുത്തതിന് ശേഷം മഞ്ഞൾ ചേർത്ത് ചതക്കാവൂ. ഇനി ഇതിലേക്ക് രക്തചന്ദനവും ചേർക്കുന്നുണ്ട്. രക്തചന്ദനത്തിൻ്റെ പീസുകളാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കരുത്. മിക്സി കേടായി പോവും. ഇതിവിടെ റെഡിയായി. നമ്മൾ ചേർത്ത 3 ഇൻഗ്രീഡിയൻസുകളും നന്നായി ചതഞ്ഞു വന്നു. ഇനി നമുക്കിത് ചേർത്ത് ഓയിൽ റെഡിയാക്കാം. ഇപ്പം ഞാനിതൊരു പഴയ പാത്രത്തിലേക്ക് ചേർത്തു. നമ്മൾ ഇത്തരം ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഴയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ മഞ്ഞളിൻ്റെ കളറൊക്കെ അതിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ ബദാം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബദാം ഓയിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. 1/2 ലിറ്റർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. ഇതിലേക്ക് 125 ഗ്രാം മഞ്ഞളും 62.5 ഗ്രാം മഞ്ചിഷ്ടയും 62.5 ഗ്രാം രക്തചന്ദനവുമാണ് ചേർത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടുപ്പിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തു വേണം ഈ ഓയിൽ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം ഇത് തിളച്ചു തുടങ്ങി. ഈ ടൈമിൽ നമ്മൾ എടുത്തു വച്ചിരുന്ന ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കണം.
ഇനി ഈ ഉള്ളി ഗോൾഡൻ നിറത്തിലായി വരുന്നത് വരെ നമുക്ക് ഈ ഓയിൽ മൂപ്പിച്ചെടുക്കണം. ഇത് നല്ല എഫക്റ്റുള്ളൊരു ഓയിലാണ്. 23 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരുന്ന ഉള്ളി ഗോൾഡൻ നിറത്തിൽ റെഡിയായി. ഈ ടൈമിൽ നമുക്ക് അടുപ്പും ഓഫ് ചെയ്യാം. ഇനി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റിന് ശേഷം നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാറുന്നതിന് മുന്നേ തന്നെ അരിച്ചെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ ഓയിലും ഞാൻ നന്നായി അരിച്ചെടുത്തു. ഇപ്പം നമ്മുടെ അടിപൊളി ഓയിൽ ഇവിടെ റെഡിയായി. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റണം. ഇപ്പം ഇത് നന്നായി തണുത്ത് വന്നു. ഇനി നമുക്കിത് ഗ്ലാസിൻ്റെ ബോട്ടിലിലേക്ക് മാറ്റാം. ഈ ഓയിലിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് നല്ലൊരു ഓയിലാണെന്ന്. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഇതിൻ്റെ ഗുണവും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസവും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഉപയോഗിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരി വെക്കണം. ഇനി ഇത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മിനിമം അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. 1 മണിക്കൂർ പിടിച്ചിരുന്നാൽ കൂടുതൽ നല്ലതാണ്. ക്ലീൻ ചെയ്യുമ്പോഴും നനവില്ലാത്തൊരു തുണി ഉപയോഗിച്ച് ആദ്യം ഇത് നന്നായി തുടച്ചെടുക്കണം. നമ്മൾ ഓയിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം കഴുകിക്കളയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഗുണം ചെയ്യും. ഓയിലെല്ലാം നന്നായി തുടച്ചെടുത്തതിന് ശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുത്തു. ഇനി നമുക്കൊരു ടർക്കി ഉപയോഗിച്ച് തുടച്ചെടുക്കാം. വ്യത്യാസവും നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഞാൻ വർഷങ്ങളായി ഉണ്ടാക്കി വരുന്ന ഇത്തരം നാച്ചുറൽ ഐറ്റംസുകൾ ഇനിയും നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ പ്രതീക്ഷിക്കാം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.